ഹലോ ഗൈസ്, പഴവും ഡാർക്ക് ചോക്ലേറ്റ്സും ഹെൽത്തി ഹെൽത്തി. അതെ, ഇന്ന് ഞാനൊരു ഹെൽത്തി ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 3 നേന്ത്രപ്പഴം നല്ലോണം പഴുത്തതെടുക്കണേ. എൻ്റെത് അത്ര അങ്ങോട്ട് പഴുത്തിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലോണം പഴുത്തതെടുക്കാൻ നോക്കണം. ഇതൊരു മാഷർ യൂസ് ചെയ്തിട്ട് നല്ലോണം ഉടച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ട് പട്ട കൂട്ടിയിട്ട് അത് നല്ലോണം അരച്ചെടുക്കാം. ഈ അരപ്പ് നമ്മൾ ഉടച്ചു വെച്ച പഴത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ബട്ടർ പേപ്പർ വെച്ചൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരവണ പോലെ ഉണ്ട് അല്ലേ? നിങ്ങൾ വിചാരിക്കും ആ പഴം മൊത്തമായിട്ട് മിക്സിയിൽ അങ്ങ് അരച്ചെടുത്താൽ പോരേന്ന്. പക്ഷെ ഇടയിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് മാഷ് ഉപയോഗിച്ചിട്ട് ഉടച്ചെടുത്തത് കേട്ടോ. ഏകദേശം ഒരു 3-4 മണിക്കൂർ ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. നേന്ത്രപ്പഴം ഹെൽത്തിയാണ്, ഡാർക്ക് ചോക്ലേറ്റ് ഹെൽത്തിയാണ്. അപ്പോൾ സംഭവം നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആണ്. നമ്മളിതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുവോ? ടാറ്റാ.